നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാൽപ്പായസമാണ്. ചെമ്പകപ്പൂവിൻ്റെ നിറമുള്ള പാൽപ്പായസം. അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന പാൽപ്പായസം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. ഭക്തിയോടും ക്ഷമയോടും കൂടി നമുക്കിത് വീട്ടിൽ തന്നെ വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പൊതുവെ മിക്കവരും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കുക്കറിലാണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. പക്ഷേ പരമ്പരാഗതമായ രീതിയിൽ ഉരുളിയിൽ സമയമെടുത്ത് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. പാൽപ്പായസം തയ്യാറാക്കാൻ പ്രധാനമായും വേണ്ടത് 3 ചേരുവകളാണ്: ഉണക്കലരി, പഞ്ചസാര, പശുവിൻ പാൽ. ഇവിടെ 250 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. നുറുക്കരി ഉപയോഗിച്ചാലും നല്ലത്. അരി നന്നായി കഴുകി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴുകി വാരി എടുത്തിരിക്കുന്നതാണിത്. പഞ്ചസാര 500 ഗ്രാം. പശുവിൻ പാല് 2 ലിറ്റർ. ഇനി പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. അതുവരെ ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാലിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താൽ പാൽ തിളച്ചു തൂവി പോവില്ല. അത് മാത്രമല്ല, പാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇവിടെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാല് വെന്ത് ചെറുതായൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അരി നന്നായി വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാലും ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അരി നന്നായി വെന്ത ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞു കഴിയുമ്പോൾ പായസം കുറച്ചുകൂടി ലൂസാകും. വീണ്ടും കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കണം. പാൽപ്പായസത്തിൽ നമ്മൾ ഏലക്കാപ്പൊടിയും ചേർക്കാറില്ല. അതുപോലെ തന്നെ നെയ്യിൽ വറുത്ത കശുവണ്ടിയും കിസ്മിസും ചേർക്കാറില്ല. ആ ഉണക്കലരിയും പാലും പഞ്ചസാരയും ചേർന്ന് വെന്ത് കുറുക്കി വരുന്നതാണ് ശരിക്കും ഈ പായസത്തിൻ്റെ സ്വാദ്. ഇപ്പോൾ ഇവിടെ പായസം നന്നായി വെന്ത് കുറുക്കി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുപ്പത്ത് നിന്നും ഇറക്കി വയ്ക്കാം. ഉരുളിയുടെ ചൂട് കൊണ്ട് പായസം ഒന്നുകൂടെ ഒന്ന് കുറുക്കി വരും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഏകദേശം 2.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 ലിറ്റർ പായസം ഉണ്ടാകും. 1 ലിറ്റർ പായസം 8 പേർക്കെന്ന കണക്കിലാണെങ്കിൽ 24 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ ഒരു രുചിയും ഒരു ഫീലും കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കൃഷ്ണ തുളസി ഇല 2-3 ഇതള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പാൽപ്പായസം കണ്ടോ? ചൂടൊന്ന് ചെറുതായി ആറിയപ്പോൾ പായസം ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് പാൽപ്പായസം. ഇതിൻ്റെ രുചി ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ പായസം വീട്ടിൽ തയ്യാറാക്കി നോക്കി അതിൻ്റെ രുചി ആസ്വദിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.